വിശേഷം എന്താ? സുഖമാണോ? എല്ലാവർക്കും വെരി 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 ഗുഡ് മോർണിംഗ് ട്ടോ. ഇന്ന് രാവിലെ തന്നെ ഒരു വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചൂടോടെ അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. കണ്ണെഴുതാനുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. അപ്പം കണ്ണൊന്നും എഴുതാതെ ഞാനിങ്ങനെ എന്താ പറയുക, ചത്ത കണ്ണുകളായിട്ട് ഇങ്ങനെ വന്നേക്കുകയാണ്. നല്ലൊരു വീഡിയോ എടുക്കാം. കണ്ണെഴുതുന്ന സിമ്പിളായിട്ട് എങ്ങനെ കണ്ണെഴുതാന്നുള്ളത് ജസ്റ്റ് ഒന്നിടാം. നമ്മൾ ഡെയിലി ഓഫീസ് കോളേജിലൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് എങ്ങനെ കണ്ണെഴുതിയിട്ട് പോകാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഞാൻ എങ്ങനെ ചെയ്യാറെന്നുള്ളത് ഒരു ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഇട്ടാം. അപ്പോൾ ആദ്യം പറഞ്ഞേക്കാം, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ഐലൈനർ മേലെ മാത്രം എഴുതി കൊടുക്കാം. അതിനെങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ളത് നോക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ മാബിലിൻ്റെ ആണ് കേട്ടോ. മേബിലിൻ ന്യൂയോർക്കിൻ്റെ നോർമൽ ബോൾഡ് ലൈനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒരു വർഷമൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ഐലൈനർ ആരും യൂസ് ചെയ്യരുത്. അപ്പം നമുക്ക് ഡയലോഗുകൾ നിർത്തിയിട്ട് കണ്ണെഴുതാൻ നോക്കാം. ഞാൻ താഴെ മിറർ വെച്ചിട്ടുണ്ട്, ഞാൻ അത് നോക്കിയിട്ടാട്ടോ എഴുതുക. നിങ്ങളിതൊന്നും എല്ലാവരും ഇങ്ങനെ കണ്ണിങ്ങനെ അടച്ചു പിടിച്ചൊന്നും എഴുതേണ്ട കാര്യമല്ല. നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ മെല്ലെ അടച്ചു പിടിച്ച് എഴുതിയാൽ മതി. ഒരു കണ്ണ് കുറച്ചൊന്ന് അടച്ചു പിടിക്കുക, കുറച്ച് അടിച്ചു പിടിച്ചാൽ മതി, രണ്ട് കണ്ണും കാണുന്ന രീതിയിൽ കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് മേലെ മാത്രം ഇടുമ്പോൾ ഭയങ്കര കട്ടിയായിട്ട് ഇടണ്ട, അടിയിൽ ടൈറ്റ് ലൈൻ എഴുതി കൊടുക്കും വേണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു വേറൊരു ലുക്കാവും. ഓക്കെ, അപ്പോൾ ആ വേറൊരു ലുക്കാവും. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഭയങ്കരമായിട്ട് ടൈറ്റ് ലൈൻ ഒന്നും എഴുതി കൊടുക്കണ്ട. എന്നിട്ട് ഇപ്പുറത്തെ കണ്ണ് മെല്ലെ അടയ്ക്കുക. എല്ലാവരും കണ്ണെഴുതുമ്പം, മിക്കപ്പോഴും ആൾക്കാർ കണ്ണെഴുതുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടുന്നേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യും. അവിടുന്നേ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. ഈ പകുതി ആ ഒരു പോർഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ലപോലെ വരച്ചു കൊടുത്തിട്ട് നിങ്ങൾ ലാസ്റ്റ് മാത്രം എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു കോർണറിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ആ കോർണർ കട്ടിയാവാതെ നോക്കുക. ചെറുതായിട്ട് ഒരു രസമില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എഴുതുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്നെ ഊക്കി വിടരുത്. പിന്നെ മസ്കാരയും മെബലൈൻ്റെ ന്യൂയോർക്ക് സെയിം മസ്കാര തന്നെയാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ലോങ് ലാസ്റ്റിംഗ് ആണ്. നല്ല വിടർന്ന കണ്ണുകൾ നൽകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഗുണമുള്ള സാധനമാണ്. നമ്മളത് എടുത്തു കൊടുക്കുക, അത് ഓപ്പൺ ചെയ്ത് നമ്മൾ മസ്കാരയും ചെയ്ത് കൊടുക്കുക. ഒന്നുമില്ല, നമ്മളെന്താക്കുക, താഴേന്ന് മേലോട്ട് നല്ലപോലെ റോൾ ചെയ്ത് കൊടുത്താൽ മതി. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, കണ്ടോ. ജീവൻ വെച്ച പോലെയല്ലേ? കണ്ണൊന്ന് വിടർന്നു, ആ ചത്ത കണ്ണൊന്ന് മാറിയിട്ട് കുറച്ച് ഭംഗിയായിട്ടുള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ പരിപാടിയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ലാസ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. ഇവിടുന്ന് ഇങ്ങനെ കട്ടിക്കൊന്നും വരച്ചു കൊടുക്കണ്ട കേട്ടോ. ഓവർ ഇവിടുന്ന് കട്ടിക്ക് വരച്ചു കൊടുക്കുമ്പോഴേക്കും ചിലർക്ക് ഭയങ്കര വൃത്തികേടായിരിക്കും. ഇതാകുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. കാണുമ്പം കണ്ണ് എഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഇതും ആവും.
പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുമ്പോഴേക്കും കണ്ണങ്ങ് ബ്യൂട്ടിഫുള്ളായിട്ടൊരു മൊട്ട് പൂ ഇരിയുന്നത് പോലെ അതുപോലത്തെ ഒരു കണ്ണാക്കാൻ പറ്റും. അപ്പം നമുക്ക് പൊട്ടൊക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ ലുക്കിൽ അങ്ങനെ അങ്ങ് പോയാൽ മതി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്തോളൂ. അപ്പം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ച് കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും അതുവരെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും